അത് കമന്റ്സ് വന്നതിന്റെ കാര്യം വെച്ചാൽ നമ്മള് കുഞ്ഞിനെ ഒന്നും പൈസയോ, ഞാൻ ഈ പടത്തിന് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഞാൻ ഈ പടത്തിൽ വർക്ക് ചെയ്ത സോറി ഒന്ന് കട്ട് ചെയ്യോ പ്ലീസ്. ഞാൻ ഈ പടത്തിന്റെ ലൈൻ പ്രൊഡ്യൂസറാണ്. അപ്പം ഞാൻ ഈ പടത്തിനകത്ത് കുട്ടിയെ കൊടുത്ത് ഞാനാണ് മോസ്റ്റ്ലി റിസ്ക് എടുക്കുന്ന ഒരാളെയാണ്. അപ്പം എന്നെ വിശ്വസിച്ചാണ് ലിസൺ സാർ ഓരോ പരിപാടി എന്നെ ഏൽപ്പിക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് തിരക്കണം. നമ്മൾ ബേബി ഗേളിൻ്റെ സ്ക്രിപ്റ്റ് വന്ന സമയത്ത് തന്നെ നമ്മൾ കുട്ടിയെ അന്വേഷിച്ച് തുടങ്ങിയായിരുന്നു. അപ്പോൾ തന്നെ പല 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 രീതിയിലുള്ള പ്രശ്നങ്ങൾ, പിന്നെ ഈ ചടങ്ങുകൾ, അപ്പം നമുക്ക് ബ്രേക്ക് ഇടേണ്ടി വേറെ കുട്ടികളാണെങ്കിൽ. അപ്പം എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്നു ഓൾമോസ്റ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോഴും നമ്മൾ ഏകദേശം തുടങ്ങി പടം തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പാണ് ശരിക്കും എൻ്റെ വൈഫ് പ്രസവിച്ചായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് ഇവർ തന്നെ പറഞ്ഞു, ഞാൻ കുഞ്ഞിനെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചടങ്ങുകൾ, നമ്മൾ കുഞ്ഞിന് നൂലുകെട്ട് കാര്യങ്ങളെല്ലാം സെറ്റ് വെച്ച് തന്നെയായിരുന്നു. പക്ഷെ നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടല്ല ഒന്നും ചെയ്യുന്നത്. അപ്പം കമൻസുകൾ വല്ലാതെ വേദനിപ്പിച്ചു. ഞാൻ പൈസയ്ക്ക് വേണ്ടി ചെയ്തതാണെന്നോ, പിന്നെ വളരെ ബ്രൂട്ടലായിട്ടുള്ള കമൻസുകൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിനുള്ളിൽ, ഞാൻ സിനിമയിൽ വന്നിട്ട് 8 വർഷമായി. ഇപ്പോൾ സാറിൻ്റെ കൂടെ വന്നിട്ട് സാറിൻ്റെ കൂടെ വന്നിട്ട് ഇപ്പോൾ സിനിമ എന്താ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതിനകത്ത് പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷേ കമൻസുകൾ കാണുമ്പോൾ എൻ്റെ വൈഫിന് അറിയില്ല എന്താ സിനിമ. അവരാണ് എന്നെ കൊണ്ടുവന്നത്, എൻ്റെ വൈഫാണ് എന്നെ കൊണ്ടുവന്നത് കമൻസുകൾ കാണിക്കുന്നത്. അത് കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന വേദന ഭയങ്കരമാണ്. അപ്പം അതേ ഉള്ളൂ, കമൻസുകൾ കാണുമ്പോൾ ഉള്ള വിഷമമേ ഉള്ളൂ. അത് നമുക്കറിയാം സിനിമ എന്താ ഒരു കമൻസ് വരുന്നറിയാം, ഇവർക്കറിയില്ലല്ലോ. നല്ല റെസ്പോൺസാണ്, പടം ഹിറ്റാണ്. അപ്പം കൂടുതൽ ആൾക്കാർ പടം ബുക്ക് ചെയ്ത് ബുക്ക് മൈ ഷോയിലും എൻ്റെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അതിലെല്ലാം ബുക്ക് ചെയ്തിട്ട് പടം കാണാൻ വിജയിപ്പിക്കുക കൂടുതലായിട്ട്. രുദ്രാക്ഷ് ആൺകുട്ടിയാണ്, ബേബി ഗേൾ നമ്മൾ ആൺകുട്ടിയാണ് കുട്ടി. രുദ്രാക്ഷ് എന്നാണ് പേര്. അപ്പോൾ എല്ലാവരും പടം കാണാൻ വിജയിപ്പിക്കുക. താങ്ക് യു സോ മച്ച്.